തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: കരയേണ്ട സമയത്ത് കരയുവാൻ മടിക്കരുത്. കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഇപ്രകാരം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. പുതിയ നിയമത്തിൽ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണിത്. കാരണം പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഫിലിപ്പി ലേഖനത്തിൽ മാത്രം 17 പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത്: നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. എങ്ങനെയാണ് ഇത് തമ്മിൽ ചേരുന്നത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. ഇവിടെ ഈശോ പറയുകയാണ്: കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. എന്നാൽ ഫിലിപ്പി ലേഖനം സന്തോഷിച്ചോളാനാണ് പറയുന്നത്. അപ്പം കരയണ്ടേ? കരയണം. കരയുക എന്നുള്ളതിന് ബൈബിളിൻ്റെ മൂലകൃതിയിൽ 9 വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിളിൽ ഒറ്റ വാക്കാണ് കരയുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഓരോ തരം കരച്ചിലിനും വ്യത്യസ്തമായ വാക്കുകളാണ് ഹീബ്രുവിലും ഗ്രീക്കിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരയുന്ന കരച്ചിലിന് ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാല് മുറിഞ്ഞിട്ട് വേദനിച്ച് കരയുന്ന ആളിൻ്റെ കരച്ചിലിന് വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ തോറ്റുപോയിട്ട് കരയുന്ന കരച്ചിലിന് വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ 9 വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചാണ് കരച്ചിൽ എന്നുള്ള പദത്തെ മൂലകൃതിയിൽ ബൈബിൾ പ്രതിനിധീകരിക്കുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ ഇവിടെ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കരയരുത്, കരയുന്നവർ ഭാഗ്യവാന്മാർ, കരച്ചിൽ എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കുമ്പോൾ പാപങ്ങളെ ഓർത്ത് കരയുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് കൃത്യമായിട്ട് അത് വായിക്കേണ്ടത്. പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുന്നവർ, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ, ദൈവത്തെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ, ദൈവത്തെ പാപം മൂലം കരയിച്ചതിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന കൊടുത്തതിൻ്റെ പേരിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ പേരിൽ, സാത്താനുമായിട്ട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ കരയുന്നവർ, അവർ ഭാഗ്യവാന്മാരാണ്. ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പാപത്തെപ്പറ്റി കരയുന്ന സമയത്തെല്ലാം, പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, നമ്മുടെ പുറത്ത് ഉടൻ തന്നെ ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് പറ്റും. പാപത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിൽ അഭിഷേകം ഉടൻ വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ദൈവം തരുന്ന ആശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തരുന്ന ആശ്വാസമാണ്. ദൈവം നമുക്ക് നേരിട്ടൊരു കാര്യത്തിൽ ആശ്വാസം തരുന്നുണ്ടെങ്കിൽ അത് ദൈവം തൻ്റെ സാന്നിധ്യം നമ്മളെ പൊതിഞ്ഞുകൊണ്ട് തരുന്ന ദൈവികമായ ഒരു ആശ്വാസമാണ്. ആ ആശ്വാസം നമുക്ക് കിട്ടുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ, കരയേണ്ട സമയത്ത് കരയേണ്ടതുപോലെ കരയാതിരുന്നത് മൂലം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വ്യക്തി ആദമാണ്. ആദം പാപം ചെയ്ത ദിവസം, പിശാചിൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ വേദനിപ്പിച്ച ദിവസം, അന്ന് വൈകുന്നേരം വെയിലാറിയ സമയത്ത് എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ ദൈവം അന്നും ഇറങ്ങി വന്നു. ദൈവത്തിന് വേണമെങ്കിൽ സ്വർഗത്തിരുന്ന് കളയാമായിരുന്നു, ദൈവത്തിന് വേണമെങ്കിൽ ഒരു കൂട്ടായ്മ കൊടുക്കാതെ മാറി നിൽക്കാമായിരുന്നു. പക്ഷെ ദൈവം സ്നേഹമാണ്. ദൈവം പാപത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വന്ന് കൃപയൊഴുക്കുന്നവനാണ്. ആദം ചെയ്തത് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വെയിലാറുന്ന സമയത്ത്, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അത് ആദത്തിൻ്റെയും ഹൗവയുടെയും കുടുംബ പ്രാർത്ഥനയുടെ നേരമാണ്. വെയിലാറുന്ന സമയത്ത് ആദവും ഹൗവയും കൈകോർത്ത് പിടിച്ച് അവരുടെ കുടുംബ പ്രാർത്ഥനയും ആരാധനയും നടത്തുന്ന സമയത്ത് ദൈവം ശക്തമായും വ്യക്തമായും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിരുന്നു. അതാണ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നത്. അദൃശ്യനായിരിക്കുന്ന ദൈവം, സാധാരണ നിലയിൽ മറഞ്ഞിരിക്കുന്ന ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ട്. തൻ്റെ സാന്നിധ്യം ഷെക്കീനായി ഗ്ലോറി പോലെ ഇറങ്ങി വന്നിട്ടുള്ള നിമിഷങ്ങൾ ബൈബിളിൽ കാണാം. മോശ മലമുകളിലായിരുന്നപ്പോൾ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. സോളമൻ തൻ്റെ ആലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെ ദൈവസാന്നിധ്യം ശക്തമായിട്ട് വെളിപ്പെട്ടു. മരുഭൂമിയിലെ സഭയിൽ
മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന മരുഭൂമിയിലെ സഭയിൽ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നി തൂണായും കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവം തൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് കർത്താവ് താബോർ മലയുടെ മുകളിൽ പോകുമ്പോൾ ഒരു മേഘം ഇറങ്ങി വന്നു. പിതാവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. മഹത്വത്തിൻ്റെ മേഘം ഇറങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തീർച്ചയായിട്ടും ആദവും ഹൗവയും തങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ നടത്തിയിരുന്ന സമയത്ത് ദൈവം ഇതുപോലെ മേഘമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഷെക്കിനായി ഗ്ലോറി, വലിയ തേജസ്, അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ, തൊടുവാൻ പറ്റുന്ന തരത്തിൽ കട്ടിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്നിട്ടുണ്ടായിരിക്കണം. അത് എല്ലാ ദിവസവും വരുമായിരുന്നു. ഇതാ പാപം ചെയ്ത ദിവസവും, അന്ന് കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, അന്ന് ആരാധനയില്ല, എല്ലാവരും പോയി ഒളിച്ചിരിക്കുകയാണ്. ആദവും ഹൗവയും മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം വന്നു. ഇതാണ് നമ്മുടെ ദൈവം. ദൈവം വ്യവസ്ഥകൾ നോക്കുന്നവനല്ല. ദൈവം കണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നവനല്ല. നീ നല്ലവനാണെങ്കിൽ ഞാൻ നല്ലവനാണെന്ന് പറയുന്നവനല്ല. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുന്നവനല്ല. പകരം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സാന്നിധ്യം വെളിപ്പെടുത്തിയ ആ സ്ഥലത്ത് ദൈവം അന്നും വന്നു. ആദം പാപം ചെയ്ത ദിവസവും വന്നു. ആദമാണ് മാറിക്കളഞ്ഞത്, ദൈവമല്ല. ആദം മാറിക്കളഞ്ഞത് കൊണ്ട് ആദത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല. അതാണ് സത്യം. ദൈവം വരേണ്ട സ്ഥലത്ത് വന്ന് ദൈവം നിന്നു. ഇന്നും ഇങ്ങനെ തന്നെയാണ്. ദൈവമല്ല മാറുന്നത്, നമ്മളാണ് പാപം ചെയ്യുമ്പോൾ ദൈവത്തെ വിട്ട് ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ പുറകിൽ ഒളിക്കാനായിട്ട് പോകുന്നത്. ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. എൻ്റെ അപ്പാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പാ. എൻ്റെ അപ്പൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല അപ്പാ. സാത്താൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ച് പോയപ്പാ. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം ദൈവത്തിൻ്റെ കാലുകളിലേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് വീണിരുന്നുവെങ്കിൽ, ദൈവം അവിടെ ഒന്ന് കവിഴ്ന്നടിച്ച് വീണ് പൊട്ടി ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് നെഞ്ചത്തടിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയപ്പാ, എനിക്ക് മാപ്പ് തരണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ, മലയിലെ പ്രസംഗത്തിൽ യേശു പറഞ്ഞ വചനം അവിടെ മാംസം ധരിക്കുമായിരുന്നു. കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ആ ആശ്വാസം ആദത്തിന് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നേനെ. പക്ഷെ അത് സാധിച്ചില്ല. കാരണം ആദം കരഞ്ഞില്ല, ആദം പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ചില്ല, ആദം നെടുവേർപ്പെട്ടില്ല. ആദം തന്നെ ന്യായീകരിച്ചുകൊണ്ട് ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ വലിയ പാപമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കാതെ തന്നെ നീ എനിക്കൊരു ഭാര്യ സൃഷ്ടിച്ചു തന്നല്ലോ, അവളാണ് എനിക്കിട്ട് നല്ല ഒരു പണി പണിതിച്ചും പോയത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാര്യയാണ് എന്നെ വഞ്ചിച്ചത്. അതുകൊണ്ട് കണക്ക് വല്ലതും ചോദിക്കാനുണ്ട്, എന്നോട് ചോദിക്കണ്ട, അവളോട് ചോദിച്ചാൽ മതി. രണ്ടാമത്തെ വ്യക്തി ഹവ്വയാണ്. ഹവ്വയോട് ദൈവം ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ഹവ്വ തിരിച്ച് ദൈവത്തോട് ഇപ്രകാരം പറയുകയാണ്, നീ എന്തിനാണ് പിശാചിനെ ഏദൻ തോട്ടത്തിലേക്ക് കയറ്റി വിട്ടത്? നീ എന്തിനാണ് അവൻ കടന്നു വരാൻ അനുവദിച്ചത്? എന്നെ പ്രലോഭിപ്പിക്കുവാൻ എന്തിനാണ് നീ അവനെ അനുവദിച്ചത്? നീ അവനെ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അവൻ പ്രലോഭിപ്പിക്കുമായിരുന്നോ? അവൻ വന്നതുകൊണ്ടല്ലേ എനിക്ക് തെറ്റുപറ്റിയത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവളും കരഞ്ഞില്ല, അവൾക്കും അവളുടെ പാപത്തെക്കുറിച്ച് ദുഃഖമുണ്ടായില്ല, അവൾക്കും ഒരു അനുതാപം തോന്നിയില്ല, അവൾ പൊട്ടിക്കരഞ്ഞില്ല. കരഞ്ഞിരുന്നുവെങ്കിൽ വീണ്ടും ഈശോയുടെ വചനം മാംസം ധരിച്ചേനെ. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. മനുഷ്യവർഗത്തിന്റെ ചരിത്രം വേറൊന്നായി മാറുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇവർ രണ്ടുപേരും കരഞ്ഞില്ല. മൂന്നാമത്തെ വ്യക്തി കായേനാണ്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം ചെയ്തിട്ട് നിൽക്കുന്ന കായേന്റെ മുൻപിൽ പോലും ദൈവം കടന്നു വരുന്നു. കായേനെ അപ്പോഴും ദൈവം സ്നേഹിച്ചു. കായന്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ ദൈവം മടി കാണിച്ചില്ല. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടി അല്ല, പാപികളെ തേടിയാണ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഇവിടെയും നമുക്ക് കാണാം. കൊലപാതകം ചെയ്തിട്ട് നിൽക്കുന്നവനെ തേടി ദൈവം വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, മാരക പാപം ചെയ്തിട്ട് നിൽക്കുന്ന കായന്റെ മുൻപിൽ ദൈവം കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, കായേൻ, കായൻ, നീ എന്താ ചെയ്തത്? നിന്റെ സഹോദരനോടെ നീ എന്ത് ചെയ്തു? ഉടനെ അവൻ തിരിച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ വാച്ച്മാനാണോ, കാവൽക്കാരനാണോ? അതിനു പകരം ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, എൻ്റെ അപ്പ, എനിക്ക് ഒത്തിരി അസൂയ തോന്നി, എൻ്റെ ബലി അങ്ങ് സ്വീകരിക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. എൻ്റെ സഹോദരനായ ആബേലിൻ്റെ ബലി സ്വീകരിച്ച് അഗ്നി ഇറങ്ങി, ഞാൻ തീരെ തകർന്നു പോയി അപ്പ, എനിക്ക് സങ്കടം വന്നു, എനിക്ക് എൻ്റെ സഹോദരനോട് അസൂയ തോന്നി, എനിക്ക് അവനെ കൊന്നുകളയണമെന്ന് ഒരു നിമിഷത്തേക്ക് തോന്നി. പക്ഷേ അവനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നെന്ന് തോന്നി. എനിക്ക് എൻ്റെ സഹോദരനെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, സങ്കടമുണ്ട്, എനിക്ക് മാപ്പ് തരണമേ അപ്പ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കാലുകളിലേക്ക് വീണിരുന്നെങ്കിൽ കായേൻ്റെ ചരിത്രവും മാറി മറിയുമായിരുന്നു. കായേനും കരഞ്ഞില്ല, അനുതപിച്ചില്ല.
ഇന്ന് ലോകത്തിന്റെ പ്രശ്നം ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത് തന്നെയാണ്. ലോകത്തിന് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് തെറ്റാണെന്ന് പറയാൻ ലോകത്തിലെ ജനങ്ങൾ മടിക്കുന്നു. തങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ലോകം തയ്യാറാകുന്നില്ല. എന്ത് ചെയ്തതിന് ശേഷവും എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ദൈവം എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ മാത്രമാണ് മനുഷ്യരിന്ന് പഠിച്ചിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് കരയാൻ തയ്യാറാകാത്ത മനുഷ്യർ തകർച്ച വരുമ്പോൾ ചോദിക്കുന്നു, ദൈവം എവിടെ പോയി? ഇത്രയും സമയത്ത് ദൈവത്തെക്കുറിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ല, ചോദ്യങ്ങളില്ല, കൺസേൺ ഇല്ല, കരുതലില്ല. ദൈവം രംഗത്തേക്കേ വരുന്നില്ല. പക്ഷേ ഒന്ന് ഭൂമി കുലുങ്ങിയാൽ, ഒന്ന് പ്രളയമുണ്ടായാൽ, ഒന്ന് മഴ പെയ്താൽ ഉടൻ ദൈവം എവിടെയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ പാപം ചെയ്ത സമയത്ത് നമ്മൾ ചോദിച്ചോ പ്രിയപ്പെട്ടവരെ, ദൈവം എവിടെയായിരുന്നെന്ന്? നമുക്ക് കരയാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, ദൈവം എന്താണ് പ്രവർത്തിക്കാതെ പറഞ്ഞിരിക്കുന്നത്? ഇത് തന്നെയാണ് മനുഷ്യന്റെ ആദ്യം മുതലുള്ള പ്രശ്നവും. ഇത് തന്നെയാണ്. ദൈവം നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് തരികയാണ്. വീണ്ടും അടുത്ത വ്യക്തി, നാലാമത്തെ വ്യക്തി ബൈബിളിൽ ഞാൻ കാണുന്നത് സോളമനാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് കൽപ്പലകകളിൽ ലേസർ രശ്മി പോലുള്ള ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് എഴുതി കൊടുത്ത മനോഹരമായ ദൈവത്തിന്റെ വചനം. 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണിത്. നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കുഞ്ഞുനാൾ മുതൽ ദാവീദ് സോളമനെ ഈ വചനം പഠിപ്പിച്ചു കാണും. സോളമൻ ഈ വചനം അനേക തവണ കാണാപ്പാടം പഠിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചതാണ്. ഈ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് സോളമന്റെ മുറിയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ വിസ്ഡം തരും, നിനക്ക് ഞാൻ ജ്ഞാനം തരും, നിനക്ക് ഞാൻ സമ്പത്ത് തരും, നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞ വലിയൊരു ദൈവത്തെ സോളമൻ മറന്നു കളഞ്ഞു. തൻ്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് മേഘം പോലെ ഇറങ്ങി വന്ന് തൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തിയ, തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ, തൻ്റെ തേജസ് വെളിപ്പെടുത്തിയ, തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ, തൻ്റെ കരുണ വെളിപ്പെടുത്തിയ, ഞാൻ നിന്റെ കൂടെയുണ്ട് മകനേ എന്ന് പറഞ്ഞ ദൈവത്തെ മറന്നു കളഞ്ഞുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് സോളമൻ വീണുപോയി. പ്രിയപ്പെട്ടവരെ, സോളമൻ ഓരോന്നോരോന്നിട്ട് തെറ്റിക്കുകയാണ്. വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ സമൂഹത്തിൽ നിന്നും സോളമൻ വിവാഹം കഴിച്ചു. പിന്നീട് ഭാര്യമാരുടെ ആരാധനയിലേക്ക് സോളമൻ പോയി. എല്ലാം മറന്നു. 1-ാം പ്രമാണം പരസ്യമായിട്ട് ലംഘിച്ചുകൊണ്ട് പരസ്യമായി വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാനും വിഗ്രഹങ്ങളെ ആരാധിക്കാനും സോളമൻ തയ്യാറായി. എന്നാൽ നമ്മൾ കാണുന്ന വേദനാജനകമായ ഒരു കാര്യം ഇതാണ്. മരിക്കുന്ന സമയത്തെങ്കിലും എൻ്റെ ദൈവമേ, നീ എനിക്ക് മാപ്പ് തരണമേ, ഞാൻ 1-ാം പ്രമാണം ലംഘിച്ചവനാണേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സോളമനെ നമ്മൾ എങ്ങും കാണുന്നില്ല. സോളമൻ അനുദപിക്കുന്നതായിട്ട് ബൈബിളിൽ വചനമില്ല. തൻ്റെ 1-ാം പ്രമാണ ലംഘനത്തെ ഓർത്ത് കരയുന്ന സോളമനെ പറ്റി ബൈബിളിൽ വചനമില്ല. എൻ്റെ പൂർണ്ണമായ വിശ്വാസം സോളമൻ അങ്ങനെ തന്നെ മരിച്ചുവെന്നാണ്. ഇതിനൊരു അടയാളം, ഒരു തെളിവാട്ട് ഞാൻ കാണുന്നത് ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ പറയുമ്പോൾ അവിടെ ഹെനോക്കിനെ പറ്റി പറയുന്നുണ്ട്, ആബേലിനെ പറ്റി പറയുന്നുണ്ട്, ദാവീദിനെ പറ്റി പറയുന്നുണ്ട്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സാംസൺ, ഇവരുടെ എല്ലാം പേര് പറയുന്നു. എന്നാൽ നമ്മളൊരു പേരവിടെ കാണുന്നില്ല. പരിശുദ്ധാത്മാവ് മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണോ? അല്ല. എന്തോ ഒരർത്ഥം അവിടെയുണ്ട്. ദാവീദിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് പറയേണ്ടിയിരുന്നത് സോളമന്റെ പേരായിരുന്നു. എന്നാൽ സോളമന്റെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിട്ടുകളഞ്ഞു. എന്താണ് കാരണം? കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിലും ഊഹിക്കാം. സോളമൻ മരണസമയത്ത് അനുദപിക്കാതെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആശ്വാസം അനുഭവിക്കാതെ കടന്നുപോയ മഹാനായ വ്യക്തിയാണ്. മഹാനായ വ്യക്തി അനുദപിക്കാതെ തകർന്നു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അടുത്ത വ്യക്തി നമ്മൾ കാണുന്നത് ഏലീഷ പ്രവാചകന്റെ ദാസനായ ഗേഹസിയാണ്. 5-ാമത്തെ വ്യക്തി ഗേഹസിയാണ്. നിങ്ങൾക്കറിയാം, ഏലിയായുടെ ഇരട്ടിപ്പങ്ക് കിട്ടിയ ആളാണ് ഏലീഷ. ഏലീഷയുടെ ഇരട്ടിപ്പങ്ക് ആർക്കാണ് കിട്ടേണ്ടിയിരുന്നത്? ഏലീഷയുടെ ദാസനായ ഗേഹസിക്കാണ്. അതിൻ്റെ ചില അടയാളങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ഏലീഷ തൻ്റെ അഭിഷേകമുള്ള വടിയെടുത്ത് ഗേഹസിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മരിച്ചുപോയ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിടുന്ന രംഗമുണ്ട്. ശുശ്രൂഷയിലും അഭിഷേകത്തിലും ഗേഹസിയെ വളർത്തിക്കൊണ്ടുവരുവാൻ ഏലീഷ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതാ ഗേഹസി പിടുത്തം കൊടുക്കുന്നില്ല. ഗേഹസി ധനമോഹത്തിൻ്റെ പിന്നാലെ പോയി. ഗേഹസി കുഷ്ഠം വന്ന് തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ആശ്വാസം അനുഭവിക്കാൻ പറ്റാത്തവണ്ണം ഗേഹസി എന്ന് പറയുന്ന മനുഷ്യൻ തകർന്നു പോകുന്നു. ഏലീഷയുടെ ഇരട്ടിപ്പങ്ക് അനുഭവിക്കേണ്ട മനുഷ്യൻ ഇതാ തകർന്ന് തരിപ്പണമായി തീരുകയാണ്. ഇത് നമുക്കൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൻ്റെ അകത്തുനിന്ന് ഒരു മനോഹരമായ ഒരു ഉദാഹരണം കാണുന്നത് പൗലോസിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ദേമാസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. തെസ്സലോനിയക്കാർക്ക് ഉള്ള ലേഖനങ്ങൾ എഴുതുന്ന സമയത്തും മറ്റ് ലേഖനങ്ങളിലും എല്ലാം
പലയിടത്തും നമുക്ക് കാണാം വിശുദ്ധ ലൂക്കായോടൊപ്പം പൗലോസ്ലീഹയുടെ ടീമിൽ ദേമാസ് ഉണ്ട്. എന്നാൽ തിമോത്തിക്ക് ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ്ലീഹ കണ്ണുനീരോടെ പറയുകയാണ്, ദേമാസ് ഈ ലോകത്തോടുള്ള ആസക്തി മൂലം എന്നെ വിട്ട് തെസലോണിയയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ ഓർക്കുക, വലിയ സുവിശേഷ പ്രഘോഷകനായിരുന്ന അപ്പസ്തോലനായിരുന്ന പൗലോസ്ലീഹയുടെ ടീം മെമ്പറായിരുന്ന വ്യക്തിയാണ്. പൗലോസ്ലീഹായിലൂടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ട വ്യക്തിയാണ്. പൗലോസിന്റെ തൂവാലകൾ ചെന്ന് വീഴുമ്പോൾ തളർവാദ രോഗി എഴുന്നേൽക്കുന്നത് കണ്ടവനാണ്. വലിയ അത്ഭുതങ്ങൾ കണ്ടവനാണ്. മാൾട്ട ദ്വീപിൽ അണലിപ്പാമ്പ് കടികൊണ്ട് ചാകുന്ന വിവരം, ചത്ത് താഴെ വീണു, അതാ അണലിപ്പാമ്പ് പൗലോസിനെ കടിക്കുന്നു, പൗലോസ് ചാകുന്നതിന് പകരം അണലിപ്പാമ്പ് ചാകുന്നു. കാണുക, ദൈവത്തിന്റെ വചനം മാംസം ധരിക്കുന്നത് കണ്ടവനാണ് ദേമാസ്. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തിന്റെ ആഴങ്ങളും പൊരുളുകളും തിരിച്ചറിഞ്ഞിട്ടും ദേമാസ് ലോകത്തോടുള്ള ആസക്തി മൂലം തകർന്ന് തരിപ്പണമായി ദൈവത്തിൽ നകന്നുപോയി. സങ്കടമിതല്ല, അവൻ അനുദപിച്ച് തിരിച്ചു വന്നതായിട്ട് ബൈബിളിൽ വചനമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും നമുക്ക് തെറ്റുകൾ പറ്റാനിടയുണ്ട്. കാരണം നമ്മുടെ വളർച്ച ഒരു പ്രോസസ്സാണ്. ആ നടപ്പ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്, മുട്ടുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്, കാലൊടിയാൻ സാധ്യതയുണ്ട്, വലിയ പരിക്കുപറ്റി കിടക്കുവാൻ സാധ്യതയുണ്ട്, ലിംബിങ് വരാൻ സാധ്യതയുണ്ട്, മുടന്തു വരാൻ സാധ്യതയുണ്ട് ആത്മീയ ജീവിതത്തിൽ. പക്ഷെ കർത്താവ് എന്നും നമ്മുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തയ്യാറാണ്. കർത്താവ് എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ തകർന്നു പോകരുത്. ഇനി നന്നായിട്ട് തകർന്നു പോയതിനു ശേഷവും കരഞ്ഞ് തിരിച്ചു വന്നവരെ കുറിച്ചും കൂടെ നമുക്ക് കേൾക്കാം. ഒന്നാമത്തെ വ്യക്തി മറ്റാരുമല്ല, നമുക്കറിയാവുന്ന ദാവീദ് തന്നെയാണ്. 10 കൽപ്പനകളിലെ പ്രധാനപ്പെട്ട 2 കൽപ്പനകളായ വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത് എന്ന 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ വളരെ ഗൗരവതരമായ തരത്തിൽ ലംഘിച്ചതിന് ശേഷവും ഇതാ ദാവീദ് പൊട്ടിക്കരയുകയാണ്. സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാം, ചാക്കുടുത്ത് ചാരം പൂശി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആഹാരം പോലും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചൊരു മുറിയിൽ കയറി വാതിലടച്ച് സ്വർഗത്തിലെ പിതാവിന്റെ നേരെ കണ്ണുകൾ ഉയർത്തി ഹിസ്സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകും, ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ, ഒരു പുതിയ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ദാവീദിനെ നമുക്ക് കാണാം സങ്കീർത്തനങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ കരച്ചിൽ എത്ര വലുതായിരുന്നു കാണും. കൊട്ടാരം മുഴുവൻ അത് കേട്ട് കാണും. കൊട്ടാരത്തിലെ സകലരും അറിഞ്ഞു ദാവീദ് കരയുകയാണ്, രാജാവ് കരയുകയാണ്, ദൈവത്തിന്റെ മുമ്പിൽ കരയുകയാണ്, കണ്ണുനീരൊഴുക്കി പിടയുകയാണ്. ഹൃദയം നുറുങ്ങിക്കരഞ്ഞ ദാവീദിനെ ദൈവം കൈവിട്ട് കളഞ്ഞില്ല. പുതിയ നിയമത്തിൽ ദാവീദിനെ പറ്റി വീണ്ടും ദൈവം എഴുതുകയാണ്. സ്റ്റെഫാനോസിന്റെ പ്രസംഗ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ ദാവീദിനെ പറ്റി പറയുകയാണ്, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, കൊലപാതകവും വ്യഭിചാരവും ചെയ്തതിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് പുതിയ നിയമത്തിൽ വചനം എഴുതുമ്പോൾ ഇവൻ എൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്ന് പറയാൻ ദൈവത്തിന് മടിയില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം അവൻ ചെയ്ത പാപങ്ങളെ ക്ഷമിച്ചു മാത്രമല്ല മറന്നു കളഞ്ഞു. ദൈവം അത് മറന്നു കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ ദൈവം അത് മറന്നു കളഞ്ഞിട്ട് ദാവീദിനോട് കരുണ കാണിച്ചതിന്റെ ചരിത്രമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന വചനം. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു പോയെങ്കിലും ദൈവത്തിന്റെ കരുണ ഒഴുകി വരുന്നു. ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയിൽ സോളമൻ എന്ന് പറയുന്ന ഒരു മകനെ കൊടുക്കുകയാണ്. മാത്രമല്ല, രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഈ സോളമനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വ്യഭിചാരം ചെയ്ത വ്യക്തി പിന്നീട് ഭാര്യയായിത്തീരുന്നു. ആ വ്യക്തിയിൽ വ്യഭിചാരത്തിലുള്ള കുഞ്ഞ് മരിക്കുന്നു. പക്ഷെ നാളുകൾക്ക് ശേഷം അതേ വ്യക്തിയിലൂടെ ദൈവത്തിന്റെ കരുണ ഒഴുകി വരുന്നു. സോളമൻ എന്ന് പറയുന്ന മഹാനായ ഒരു മകനെ കിട്ടുകയാണ്. കരഞ്ഞ് ആശ്വാസം പ്രാപിച്ചവനാണ് ദാവീദ്. 2, കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ വചനം ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ് സാംസൺ. സാംസന്റെ പ്രശ്നം ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നമാണ്. സെക്ഷുവൽ സിൻസ്, ലൈംഗിക പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത പിടയുന്ന ഒരു മനുഷ്യനെ നമുക്ക് സാംസണിൽ കാണാം. ഒരു വശത്ത് പ്രാർത്ഥന, മറുവശത്ത് വ്യഭിചാരം. ഒരു വശത്ത് ഹല്ലേലൂയ, മറുവശത്ത് കൊടിയ ഇരുട്ടിന്റെ ലൈംഗിക പാപങ്ങൾ. ഒരു വശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴും മറുവശത്ത് ജഡത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ തകർന്ന് തരിപ്പണമായി പോകുന്ന സാംസനെ കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും അനേകര് വേദനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രദറെ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നു, പക്ഷെ എനിക്ക് ജഡത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. സാംസന്റെ പ്രശ്നം ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ. സാംസൺ പാപത്തിൽ വീണുകൊണ്ടേയിരുന്നു, പാപം അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ തകർക്കപ്പെട്ടവനായി, കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവനായി,
ഒരു ജോക്കറിനെ പോലെ അവനെ വിജാതി ആരാധനാലയത്തിൽ കെട്ടിയിട്ട് അപമാനിക്കുന്ന സമയത്ത് അവൻ കണ്ണുകൾ ഇല്ല എങ്കിലും അവൻ്റെ ആന്തരിക കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. കണ്ണുനീരില്ലായിരുന്നിട്ടും അവൻ്റെ അകത്ത മനുഷ്യൻ കരഞ്ഞു. കണ്ണുനീർ ഗ്രന്ഥികൾ ശത്രുക്കൾ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞിരുന്നു. അവിടെ 2 കുഴികൾ മാത്രമായിരുന്നു. പക്ഷേ സാംസൺ അകക്കണ്ണുകൾ കൊണ്ട് കരഞ്ഞു. സാംസന്റെ അകത്ത മനുഷ്യൻ നിലവിളിച്ചു. സാംസന്റെ ഉള്ളിലെ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. സാംസന്റെ അകത്ത മനുഷ്യനിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. സ്വർഗത്തിൽ ആ കണ്ണുനീർ ചെന്ന് വീണു. പ്രിയപ്പെട്ടവരെ, ദൈവം അഭിഷേകമയക്കുകയാണ്. സാംസന്റെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്ന അതിശക്തമായ ഇരട്ടിപ്പങ്ക് അഭിഷേകം പോലൊരു അഭിഷേകം സാംസന്റെ മേൽ വരികയാണ്. സിംഹങ്ങളെ വലിച്ചു കീറിയിട്ടുണ്ടായിരിക്കാം, വലിയ വാതിലുകൾ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം, ഒറ്റയടിക്ക് അനേകരെ കൊന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന മഹത്തായ ഒരു അഭിഷേകം, ഒരു പ്രദേശം കുലുങ്ങുന്ന ഒരു അഭിഷേകം, ഭൂമി കുലുക്കമുണ്ടാക്കുന്ന ഒരു അഭിഷേകം സാംസന്റെ മേൽ ദൈവം അയക്കുകയാണ്. ആ അഭിഷേകത്തിൽ വിജാതി ആരാധനാലയം തകർന്ന് തരിപ്പണമായി. ഒറ്റയടിക്ക് മുഴുവൻ ശത്രുക്കളെയും കൊന്നു കൊലവിളിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മുഴുവൻ ശത്രുക്കളെയും ഇല്ലാതാക്കിക്കൊണ്ട് സാംസൺ വിജയിക്കുകയാണ്. പക്ഷേ സാംസണും അതോടൊപ്പം മരിക്കുന്ന ഒരു വേദന എവിടെ ഉണ്ടെങ്കിലും സാംസൺ സ്വർഗത്തെത്തി. അടയാളം നമുക്ക് ദൈവം തരുന്നു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ വീരന്മാരുടെ പേര് പറയുമ്പോൾ സാംസന്റെ പേരെഴുതി വയ്ക്കാൻ പരിശുദ്ധാത്മാവ് മറന്നു പോയില്ല. നമ്മളെ പഠിപ്പിക്കുകയാണ്. അകക്കണ്ണുകൾ കൊണ്ട് നിലവിളിച്ച് കരഞ്ഞ സാംസന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവന്റെ വ്യഭിചാരത്തെ ദൈവം മറന്നു കളഞ്ഞു, ക്ഷമിച്ചു കൊടുത്തു. അവനെ അഭിഷേകം ചെയ്തു, മാറോട് ചേർത്ത് പിടിച്ചു. അവനെ ദൈവം വിശ്വാസ വീരനാക്കി പുതിയ നിയമസഭയ്ക്ക് കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, നാം എത്ര വീണാലും, നാം കരയുമ്പോൾ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കാണുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ദൈവം നമുക്ക് ദൈവം മാത്രമല്ല, അപ്പനാണ്. ലോകത്തിലെ മനുഷ്യർ തമ്പുരാനേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് എൻ്റെ അപ്പാ എന്നാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ. വീണ് കിടക്കുന്ന കുഞ്ഞിനെ പൊക്കിയെടുക്കുന്ന എൻ്റെ അപ്പൻ, തകർന്നു കിടക്കുന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അപ്പൻ. സാരമില്ല, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്താൻ നിന്നെ വെച്ച് കെട്ടാമെന്ന് പറയുന്ന അപ്പൻ. തകർന്നു കിടക്കുന്ന കൈകാലുകൾ, ഒടിഞ്ഞു കിടക്കുന്ന ആത്മീയ മനുഷ്യന്റെ കൈകാലുകളെല്ലാം ഒടിഞ്ഞു കിടക്കുന്ന മകനെ വചനമയച്ച് സുഖപ്പെടുത്തുന്ന അപ്പൻ. ഗിലെയാദിലെ തൈലം പൂശി സൗഖ്യപ്പെടുത്തുന്ന അപ്പൻ. വീഞ്ഞും എണ്ണയും ഒഴിച്ച് മുറിവുകൾ വെച്ചുകൊട്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന് നിന്നെ കരങ്ങളിൽ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഈ അഭിഷേകം, അനുഗ്രഹം തരാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. കുരിശിലെ കള്ളൻ എന്ത് യോഗ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ? 1-ാം പ്രമാണം മാത്രമല്ല, 10 പ്രമാണവും ലംഘിച്ചവൻ, അനേകരെ കൊന്നു കൊല വിളിച്ചവൻ, ഒരുപാട് സ്ത്രീകളുടെ ജീവിതമൊക്കെ തകർത്ത് കളഞ്ഞവൻ. അതുകൊണ്ടാണ് അവനെ കുരിശി തറയ്ക്കാനായിട്ട് റോമാക്കാർ തയ്യാറായത്. അവൻ ചെറിയ കുറ്റവാളിയല്ല, വലിയ കുറ്റവാളിയാണ്. നരകം അർഹിക്കുന്നവൻ 100%. സ്വർഗം എന്ന പേര് നാവ് കൊണ്ട് പറയാൻ പോലും യോഗ്യതയില്ലാത്തവൻ. അതാണ് പ്രിയപ്പെട്ടവരെ ഈ കുരിശിലെ കള്ളൻ. ദൈവത്തെ ദൈ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്തവൻ. പക്ഷെ അവൻ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുനീരൊഴുക്കി. അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഹൃദയം തകർന്നു. കർത്താവേ, നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നീ പാപിയായ എന്നെ ഒന്ന് ഓർക്കണമേ. അവന്റെ കണ്ണുകളിൽ നിന്ന് രക്തത്തോടൊപ്പം കണ്ണുനീരൊഴുകി. ശരീരം മുഴുവൻ രക്തമാണ്, പക്ഷെ അതിൽ കൂടി കണ്ണുനീരും രക്തവും ഇടകലർന്നൊഴുകി. യേശു അവനെ തിരിഞ്ഞു നോക്കി. ഉടൻ വന്നു മറുപടി, നീയും എന്നോടുകൂടെ പർദീസയിലായിരിക്കും. നരകത്തേക്ക് മാത്രം പോകാൻ വിധിക്കപ്പെട്ടവൻ കരഞ്ഞപ്പോൾ ആശ്വാസം അനുഭവിച്ചു. കരയുന്നവരെ, പാപത്തെ ഓർത്ത് കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു ഭാഗ്യം അവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പാപത്തെ ഓർത്ത് കരയുമ്പോൾ ഒരു ഭാഗ്യം വരുന്നുണ്ട്, ഒരു ബ്ലെസ്സിങ് ദൈവം വാഗ്ദാനം തരികയാണ്. നീ ആരും ആയിക്കോട്ടെ മകനെ, മകളെ, നീ നിന്റെ പാപത്തെ ഓർത്ത് കരയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ദൈവത്തിനത് താങ്ങാൻ പറ്റുന്നില്ല. ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം കെട്ടിപ്പിടിക്കുകയാണ്. തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകുകയാണ്. അവൻ വലിയ ആശ്വാസം മരണസമയത്ത് അനുഭവിക്കുകയാണ്. എന്തൊരു വചനമാണ്! നീ ഇന്ന് എന്നോടുകൂടെ, നാളെയല്ല, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് നീ നേരിട്ട് പർദീസയിലേക്ക് പോവുകയാണ്. എങ്ങും പോയി കിടക്കേണ്ട കാര്യമില്ല. നീ ഇന്ന് എന്നോടുകൂടെ എൻ്റെ കൈക്ക് പിടിച്ചാ നീ പർദീസയ്ക്ക് വരുന്നത്. ആശ്വാസം കൊടുക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ പാപിയാണോ? പാപം മൂലം സങ്കടപ്പെടുന്നുണ്ടോ? കുറ്റബോധത്തിലാണോ? തകർച്ചയിലാണോ? ഇന്ന് യേശുവിൻ്റെ മുഖത്ത് നോക്കി പാപങ്ങളെ ഓർത്തൊന്ന് കരഞ്ഞേ. കർത്താവിൻ്റെ ആശ്വാസം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അനുഭവിക്കും. കണ്ണുകളടയ്ക്കാം. കർത്താവേ, നിന്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കുന്നതിന് നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.